നമസ്കാരം. 23-കാരി നൽകിയ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നിങ്ങനെയാണ് ഉപാധികൾ. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതോടെ 10 ദിവസമായി ഒളിവിൽ കഴിയുന്ന MLA നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തും എന്നാണ് വിവരം. കേരളത്തിലും കർണാടകത്തിലും പോലീസ് അരിച്ചുപെറുക്കി അന്വേഷിച്ചിട്ടും പിടികിട്ടാതെ പോയ മാങ്കൂട്ടത്തിൽ ഒളിവിൽ നിന്ന് വെളിച്ചത്ത് വരുമോ? പ്രചാരണത്തിനിടയിൽ മുങ്ങിയ MLAയുടെ പാലക്കാടിലെ പൊങ്ങൽ മുന്നണികളെ ആശങ്കപ്പെടുത്തുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ൽ നിന്ന് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ ഈ ചർച്ച അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ താങ്കളിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ കോടതി ഉത്തരവിൻ്റെ പകർപ്പ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് രാഹുലിനെതിരായ പരാതിയിൽ സംശയമുണ്ട് എന്നാണ്. അതായത് ഗൗരവമായ കുറ്റകൃത്യ ആരോപണമാണ് ഉള്ളത് എന്ന് കോടതി ഉത്തരവിൽ പറയുമ്പോൾ തന്നെ പരാതി ഉന്നയിക്കുന്നതിൽ, കേസെടുക്കുന്നതിലുമൊക്കെ താമസം നേരിട്ടു എന്നതാണ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് കാരണമായി പറയുന്നത്. ഈ പരാതിക്കാരി മൊഴിയിൽ എന്തുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടായതെന്നതിനൊക്കെയുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ആദ്യമായി പരാതി പോലീസിന് നൽകിയില്ല, എന്തിനാണ് KPCC പ്രസിഡന്റ് വഴി ആ പരാതി റൂട്ട് ചെയ്യപ്പെടുന്നത് എന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ കാര്യത്തെ കാണുന്നത്? അതായത് ഒരു വളരെ ഗൗരവമായ ഒരു കുറ്റകൃത്യമാണ്. കാരണം ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് കുട്ടി പറയുന്നത്. ഈ ടെലഗ്രാം അക്കൗണ്ട് ചോദിച്ചു വാങ്ങുന്നു, അവിടെ നിന്ന് അതുവഴി സന്ദേശം അയക്കുന്നു, വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു, പിന്നീട് ബാംഗ്ലൂരിൽ ഹോം സ്റ്റേയിൽ സംസാരിക്കാനെന്ന് പറയുന്നു, അതിനുശേഷം ക്രൂരമായ പീഡനത്തിനിരയാക്കി എന്നാണ് പെൺകുട്ടി പറയുന്നത്. പക്ഷേ കോടതി പറയുന്നു ഈ പരാതിയിൽ സംശയമുണ്ട്, അതുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അത് താങ്കൾ പറഞ്ഞ കൺസേൺ ഞാൻ ഷെയർ ചെയ്യുന്നു. ഗ്രേവ് ഒഫൻസ് ആണ്. അത് ആ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഓർഡർ മുഴുവനായിട്ട് വായിച്ചില്ല. ഓർഡർ ഇപ്പൊ ഷെയർ ചെയ്ത് കിട്ടി 24 നിന്ന്. അപ്പൊ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 1-2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. കോടതി എപ്പോഴും ബെയിൽ കൊടുക്കുമ്പോൾ നോക്കേണ്ട 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒഫൻസിന്റെ ഗ്രാവിറ്റി, എത്ര ഗൗരവമുള്ള സ്വഭാവമുള്ള ഒഫൻസ് ആണ് എന്ന് നോക്കും. അതൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് കൂടാതെ ഇയാള് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോകുമോ, ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ബെയിൽ കൊടുക്കുന്നത്. ബെയില് കൊടുക്കാതെ ഒരാളെ ജയിലിലോട്ട് വിടുന്നത് ശിക്ഷയുടെ ഭാഗമായിട്ടല്ല, നോൺ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയും. അതായത് ശിക്ഷയുടെ ഭാഗമല്ലാതെ ഒരാളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് നിർത്താനും നിയമത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും സുഗമമായ സുതാര്യമായ അന്വേഷണം നടത്താനും വേണ്ടിയിട്ടാണ് ഒരാളെ റീറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് കൊലക്കത്തിയുമായിട്ട് നിൽക്കുകയാണ്, ഇയാള് പെട്ടെന്ന് ഒരു ഒഫൻസ് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലീസിന് അയാളെ റെസ്ട്രെയിൻ ചെയ്യേണ്ടി വരും. പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരെ കസ്റ്റഡിയിൽ കൊടുക്കും. കാരണം എന്താണ്, പെട്ടെന്ന് ഒരു ഒഫൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണോ ഇപ്പോൾ എന്ന് കോടതിക്ക് ഓരോ സന്ദർഭത്തിലും നോക്കാൻ കഴിയും. ഇപ്പൊ 2023 ഒരു കുറ്റകൃത്യത്തെ പറ്റിയാണ് പരാതി കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഇപ്പൊ 2025 ഇങ്ങനെയുള്ള കേസുകളിൽ സുപ്രീം കോടതി വിധികളുണ്ട്. റേപ്പ് കേസുകളിലൊക്കെ കാലതാമസം വരുന്നത് സ്വാഭാവികമാകാം. ചിലപ്പോൾ അതിജീവിത അഭിമുഖീകരിച്ച പ്രശ്നങ്ങളാകാം, അതിലെ മാനസിക ആഘാതമാകാം, പല കാരണങ്ങളാകാം. ശരിയായിരിക്കാം, ആ കേസിന് ന്യായം ഉണ്ടായിരിക്കാം. അതൊക്കെ പരിശോധിക്കേണ്ടത് ട്രയൽ നടക്കുമ്പോഴാണ്. വിചാരണ നടക്കുന്ന സമയത്ത് ഇതെല്ലാം പരിശോധിക്കും. അത് വാദിഭാഗത്തിന് അനുകൂലമായിട്ട്, അതായത് അതിജീവിതയ്ക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യാറുണ്ട്. പക്ഷേ ആദ്യത്തെ സമയത്ത് ബെയിൽ കൊടുക്കുന്ന, ജാമ്യം കൊടുക്കുന്ന ഒരു സമയത്ത് 2 വർഷം മുമ്പ് നടന്ന ഒരു കേസിന് ഇപ്പോൾ ഈ റീറ്റെയിൻ ചെയ്യുന്ന എന്തിനാണെന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോൾ ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നത് എന്തിനാണ്? ഇനി ഇപ്പോൾ തടഞ്ഞു വെച്ചില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു എവിഡൻസ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ കേസ് വന്ന സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ വെളിയിലേക്ക് വരുന്നത്? സർവൈവർക്ക് ഇപ്പോഴാണ് ധൈര്യം കിട്ടിയത്, ഇദ്ദേഹത്തിനെതിരെ വേറെ ആരോപണങ്ങളും വന്നപ്പോൾ ധൈര്യം കിട്ടി എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ, ആ ഒരു കാരണം കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ കഴിവതും ജാമ്യം കൊടുക്കാവുന്ന വേളയിൽ ജാമ്യം കൊടുത്തിട്ട്
ആ കേസ് സുതാര്യമായിട്ട് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സുപ്രീം കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ ബെയിൽ കൊടുക്കുക, തീരെ നിവൃത്തിയില്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ ജയിൽ കൊടുക്കാവുള്ളൂ അല്ല, എക്സെപ്ഷൻ ആയിട്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിൽ ആദ്യത്തെ പരാതി നേരിട്ട് പോലീസിന് നൽകാതെ KPCC പ്രസിഡന്റ് വഴി അത് റൂട്ട് ചെയ്യപ്പെട്ടു എന്നത് ഈ പരാതിയുടെ ജെന്യൂനിറ്റി സംശയിക്കാനുള്ള ഒരു കാരണമാണോ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത്തരം കേസുകളിൽ, ഇത്തരം വളരെ ഗ്രേവ് ആയിട്ടുള്ള ഇത്തരം ഒഫൻസുകളിൽ മുൻകൂർ ജാമ്യത്തിനെതിരെ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഈ സ്വാധീനമുള്ള ഒരാളാണ്, MLA ആയിട്ടുള്ള വ്യക്തിയാണ്, സ്വാഭാവികമായും സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകളെ നശിപ്പിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കോടതി പരിഗണിക്കാതിരുന്നിട്ടുണ്ടാവുക? അതാണ് പറഞ്ഞത്. കോടതി ഇത് കേസിന്റെ മെറിറ്റിലേക്ക് കയറി നടന്ന ഒരു വിധി പ്രസ്താവമല്ല നടത്തുന്നത്. ബെയിൽ കൊടുക്കുന്ന വേളയിൽ എപ്പോഴും പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്, പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമാണ്. കോടതിക്ക് തോന്നിക്കാണും ഒരുപക്ഷെ പോലീസിലേക്ക് കൊടുക്കേണ്ട ഒരു കംപ്ലൈന്റ് പോലീസ് കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ക്രിമിനൽ കുറ്റമായിട്ട് എടുത്ത് നടപ്പാക്കേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തില് പാർട്ടി പ്രസിഡന്റാണ് കത്തയക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം ഒരുപക്ഷെ കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ആ പാർട്ടി എന്തെങ്കിലും പാർട്ടി തലത്തിൽ ഒരു ആക്ഷൻ എടുക്കുകയോ അതിന്റെ എന്താണ് വരും വരായികൾ എന്ന് മനസ്സിലാക്കാത്ത ഒരു സ്ത്രീയാണോ ഇത് അയച്ചത്? പാർട്ടി തലത്തിലുള്ള ഒരു ആക്ഷനാണ്. കാരണം ഈ KPCC പ്രസിഡന്റ് കൂടാതെ പിന്നെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കത്ത് എഴുതി എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നത് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഈ കാര്യങ്ങള് അപ്പോൾ അതില് തീർച്ചയായിട്ടും പിന്നെ പ്രതിഭാഗത്ത് നിന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഒരുപക്ഷെ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കലാണെന്നുള്ള ഒരു ആർഗ്യുമെന്റ് വന്നു കാണും. അതൊന്നും ഈ പരാതിയുടെ ജെനുവിനെസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയല്ല. ജാമ്യം കൊടുക്കുന്ന വേളയിൽ കോടതിയുടെ പ്രാഥമികമായിട്ടുള്ള പരിഗണനയ്ക്ക് വന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നതിനെ ഒരാളുടെ പ്രസൻസ് സെക്യൂർ ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രതി വരുന്നത് ഉറപ്പാക്കാൻ കഴിയും, പ്രതി നിയമപരിധി വിട്ടു പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ ജാമ്യം കൊടുക്കുന്നതിനെ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ ജാമ്യ വ്യവസ്ഥകളിൽ എന്തെങ്കിലും ലംഘനം വരുത്തുകയോ ഏതെങ്കിലും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യുകയോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോടതിയെ തന്നെ സമീപിച്ച് ജാമ്യം ക്യാൻസൽ ആക്കണമെന്ന് പറയാനുള്ള അവകാശവും എല്ലാ കേസുകളിലും ഉണ്ട്. അപ്പൊ ഈ ഒബ്സർവേഷൻസ് ഒക്കെ ഇന്ന് പറഞ്ഞിരിക്കുന്ന കോടതി ജാമ്യം കൊടുത്തു എന്ന് മാത്രം മനസ്സിലാക്കുക. ബാക്കി ഒബ്സർവേഷൻസ് മുഴുവൻ പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങളാണ്. അതിലേക്ക് അത്ര ഡീപ്പായിട്ട് പോകേണ്ടതില്ല. കേസിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഇതൊന്നും അതിനെ അഫക്ട് ചെയ്യത്തില്ല. അത് വിധികളുണ്ട്, സുപ്രീം കോടതി വിധികളുണ്ട്, കേരള ഹൈക്കോടതിയിൽ ഒരുപാട് വിധികളുണ്ട്. അതിലൊന്നും ജാമ്യം കൊടുക്കുന്ന വേളയിൽ എന്ത് തന്നെ എഴുതിയാലും അതൊന്നും ട്രയലിന്റെ സമയത്ത് ജഡ്ജിയെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് വിധികളുണ്ട്. അതുകൊണ്ട് അതിൽ അത്ര വലിയൊരു പ്രോബ്ലം ഞാൻ ഇപ്പൊ കാണുന്നില്ല. കാരണം ശരി, ഡോക്ടർ VPP മുസ്തഫ, ഇപ്പോൾ ആദ്യത്തെ കേസ് വന്നു. ആ കേസിൽ ഇപ്പോൾ നോട്ട് ടു അറസ്റ്റ്, ഇപ്പോൾ ഈ താഴെ കീഴ്ക്കോടതിയിൽ ജാമ്യം കൊടുത്തില്ല, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതേസമയം തന്നെ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ നോട്ട് ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഒരു തീരുമാനമെടുത്തു, ഇനി 15-ാം തീയതി കേസ് പരിഗണിക്കുന്നത് വരെ. രണ്ടാമത്തെ കേസ് വന്നു. ആ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നമ്മളോട് പറഞ്ഞു, കാരണം ഈ കേസിന്റെ മെറിറ്റ് പരിശോധിച്ച ശേഷമല്ല, അല്ലെങ്കിൽ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടല്ല ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു പറഞ്ഞു. പക്ഷെ എന്തായാലും ഒളിവിൽ കഴിയുന്ന പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാൻ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഒളിസങ്കേതത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ പുറത്തേക്ക് ധൈര്യമായിട്ട് വരാം. കാരണം ഇനിയിപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നൊരു ഉപാധിയുണ്ട്. പിന്നെ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പാലക്കാട് വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ MLA ഒരു വിജയഭാവത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയായിരിക്കുമോ കാണാൻ പോകുന്നത്? ഇത് ഈ കോടതി ഇടപെടലുകളെ താങ്കൾ എങ്ങനെ കാണുന്നു? അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ തെരഞ്ഞെടുപ്പ് സീനിലേക്ക് വരുമ്പോൾ, അതായത് നമുക്കറിയാം പ്രചാരണ വേളയിലാണ് അദ്ദേഹം മുങ്ങുന്നത് ഈ കേസ് വന്ന ഉടനെ തന്നെ. ഇപ്പോൾ നാളെ വീണ്ടും വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ ആ സാഹചര്യം എന്തായിരിക്കും? കോടതി നടപടികൾ സ്വാഭാവികമായിട്ടുള്ള ഒന്നായിട്ടേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളൂ. അഡ്വക്കേറ്റ് പ്രശാന്ത് ഇവിടെ വിശദീകരിച്ചതുപോലെ അതിലെന്തെങ്കിലും വലിയ അപാകതയുള്ളതായിട്ട് ഈ കുറ്റാരോപിതന് അനുകൂലമായിട്ട് എന്തോ കോടതിയിൽ നിന്നോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ ഗോപീഷനും അതുപോലെ അഡ്വക്കേറ്റ് പ്രശാന്തും വ്യക്തമാക്കിയതുപോലെ ഒരു കോടതിയും ഇതുവരെ ഈ കേസിനെ സംബന്ധിച്ച മെറിറ്റിൽ ഒരു കമൻറ്റും പാസ്സാക്കിയിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനങ്ങൾ മാത്രമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോടതി നടപടികൾ സ്വാഭാവികമായിട്ടുള്ള ഒന്ന് മാത്രമാണ്. എന്നാൽ താങ്കൾ പറഞ്ഞ ഗോപീഷൻ ഇപ്പോൾ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം സംഭവിക്കാം. അത് ഒരു വിജയീ ഭാവത്തിൽ ഈ ചങ്ങാതൻ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണല്ലോ. ഇപ്പോൾ ഇന്നലെ വളരെ പ്രമാദമായിട്ടുള്ള
സിനിമാ നടൻ ദിലീപ് പ്രതിയായിട്ടുള്ള കേസിൽ വിചാരണ കോടതിയുടെ വിധി വന്നപ്പോൾ കേരളത്തിലെ UDF നേതൃത്വം എങ്ങനെയാണ് അത് ആഘോഷിച്ചത് എന്ന് നമ്മൾ കണ്ടില്ലേ. UDF കൺവീനർ അടൂർ പ്രകാശ് എങ്ങനെയാണ് അതിനെ വളരെ ഗംഭീരമായിട്ട് സ്വാഗതം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ദിലീപിനെ ഒരു തരത്തിലും പരോക്ഷമായിട്ട് പോലും കുറ്റപ്പെടുത്തുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കാണുകയാണല്ലോ. അതായത് കേരളത്തിൻ്റെ പൊതുബോധത്തിൽ നിന്ന് വ്യത്യസ്തമായി ആ നടി കേസിൽ ദിലീപ് പ്രതിയായ കേസിലെ വിധി വന്നപ്പോൾ എങ്ങനെയാണ് വലതുപക്ഷ നേതൃത്വം അതിനെ ആഘോഷിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായിരിക്കും രാഹുലിൻ്റെ കാര്യത്തിൽ അവരുടെ ആഘോഷം. കാരണം അവർ വലിയ നിലയിലല്ലേ ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ഭീകരനായ ഒരു ക്രിമിനലാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതല്ലെങ്കിൽ ഇങ്ങനെ 10 ദിവസമൊക്കെ ഒളിവിൽ താമസിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു MLA-യും അതുപോലെ കോൺഗ്രസിൻ്റെ നേതാവും ഒക്കെ ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ 10 ദിവസമൊക്കെ ഒളിവിൽ താമസിക്കണമെങ്കിൽ ഒരു ക്രിമിനലിന് സാധ്യമാകുന്ന വിധത്തിലുള്ള വലിയ സ്വാധീന ശക്തി അയാൾക്കുണ്ടാകണ്ടേ. അതുകൊണ്ടല്ലേ അയാൾക്കത് സാധിക്കുന്നത്, അങ്ങനെ പോയി നിൽക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഒരു കൃത്യമായ ക്രിമിനലാണ്. സാധാരണ ഒരു പൊതുപ്രവർത്തകനിടയിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും പെശകല്ല. അദ്ദേഹം ഒരു കൃത്യമായ ക്രിമിനൽ മൈൻഡുള്ളയാളാണ്, ആ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളയാളാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ഒരാളെ കോൺഗ്രസ് കൊണ്ടു നടക്കുന്നത് വളരെ വിജയീ ഭാവത്തിലാണ്. നേരത്തെ നമ്മൾ കണ്ടു ഇവർ ഈ ആദ്യത്തെ പരാതികളെല്ലാം വന്ന് ഗോപികൃഷ്ണൻ ഇവർ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പാലക്കാട്ട് നമ്മൾ അദ്ദേഹത്തെ വളരെ സജീവമായിട്ട് കാണുകയല്ലേ. കോൺഗ്രസ് വേദികളിലെല്ലാം മാങ്കൂട്ടത്തിൽ ഉണ്ടാകുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കളോടൊപ്പം അവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു, MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം നടത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അദ്ദേഹം ഏർപ്പെടുന്നു. പാലക്കാട്ടെയും തൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ അദ്ദേഹം ഇടപെടുന്നു. അവിടുത്തെ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു, കുടുംബയോഗങ്ങളിൽ, അതുപോലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീട് കയറാൻ പോകുന്നു. അപ്പം ഇത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം തൊട്ട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം പകൽ പോലെ വ്യക്തമായിട്ടും അദ്ദേഹത്തെ കൊണ്ടു നടന്നത് കോൺഗ്രസ് അല്ലേ. ഇപ്പൊ നിൽക്കക്കള്ളിയില്ലാതെ പോലീസ് കേസും FIR-ഉം ആദ്യം ജാമ്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയെല്ലാം വന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തെ ഇപ്പോൾ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്താൻ, തള്ളിപ്പറഞ്ഞിട്ടുമില്ല, തൽക്കാലം മാറ്റി നിർത്താൻ നിർബന്ധിതമായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ നാളെ അദ്ദേഹത്തെ വമ്പിച്ച ആഘോഷത്തോടു കൂടി പാലക്കാട്ട് ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരാം. നാളത്തെ നിങ്ങളുടെയൊക്കെ വാർത്തകളുടെ ബ്രേക്കിംഗ് അതായിരിക്കും. നാളത്തെ പോളിംഗ് ശതമാനമോ മറ്റു കാര്യങ്ങളോ ഒക്കെ പിന്തള്ളപ്പെടും. ഇതായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. അത്തരത്തിൽ വലിയ നിലയിലുള്ള നമ്മുടെ ഒരു പൊതുബോധത്തിനും പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമെല്ലാം അങ്ങേയറ്റം നിരാശാഭരിതമായിട്ടുള്ള ഒരു നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളെല്ലാം വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഏത് പൊതുപ്രവർത്തകരെയും ജനാധിപത്യവാദികളെയും പൊതുസമൂഹത്തിൽ ഇടപെടുന്നവരെയെല്ലാം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ശ്രീകുമാർ സാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്രയും ദിവസമായിട്ടും കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിന് സർക്കാർ പറയുന്ന ഒരു കാരണം, ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, നിങ്ങൾ കോൺഗ്രസ്സുകാരോട് പറയൂ, കാണിച്ചു തരാൻ ഞങ്ങൾ പോയി കണ്ടെത്തിക്കോളാം. കാരണം കോൺഗ്രസ് നേതാക്കളുടെ തന്നെ സംരക്ഷണയിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നത് എന്ന ഒരു പരോക്ഷമായ ഒരു വിമർശനം ഈ മുഖ്യമന്ത്രിയുടെ അടക്കം വാക്കുകളിൽ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ കേസ് വന്നു, മുൻകൂർ ജാമ്യം കിട്ടി. നാളെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പാലക്കാട് വന്നേക്കാം. അവിടെ നേരത്തെ ഇപ്പോൾ ഡോക്ടർ VPP ഒക്കെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും ഒരുപക്ഷെ രഹസ്യമായി പിന്തുണയ്ക്കുന്ന, രാഹുലിനെ അങ്ങനെ തള്ളിക്കളയാത്ത നേതാക്കൾ ഇനിയും ഉണ്ടാകാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ UDF കൺവീനർ ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ എന്ന പോലെ സ്വീകരിച്ച സമീപനമൊക്കെ നമുക്കറിയാം. നേരത്തെ K. സുധാകരൻ രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്ന കാര്യവും നമുക്കറിയാം. അപ്പോൾ നാളെ രാഹുൽ എത്തുമ്പോൾ, അതായത് സസ്പെൻഡ് ചെയ്യപ്പെട്ട സമയത്തും രാഹുൽ പറഞ്ഞത്, എനിക്ക് ഇവിടുത്തെ വോട്ടർമാരോടും ചില ആളുകളോടും എനിക്ക് കടപ്പാടുണ്ട്, എന്നെ ജയിപ്പിച്ചവരെ ജയിപ്പിക്കാൻ അവർ മത്സരിക്കുമ്പോൾ പ്രചാരണത്തിന് ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞാണ്. നാളെ രാഹുൽ വരുമ്പോൾ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും രാഹുലിന് വേണ്ടി കൈപ്പൊക്കാൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണോ? അതോ അക്കാര്യത്തിലും രാഹുൽ ഒരു സ്മാർട്ട് ഗെയിം നാളെ കളിക്കുമോ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, പാലക്കാട്ടെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കി. ആ പാർട്ടിയുമായിട്ട് ബന്ധമില്ല.
അപ്പോൾ പക്ഷേ ആ പാർട്ടിയുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് നമ്മുടെ സുഹൃത്ത് VPP മുസ്തഫയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പുറത്താക്കിയിട്ടും കോൺഗ്രസിൻ്റെ ഒപ്പം ചേർത്ത് നിർത്തി ഒരു രാഷ്ട്രീയ താല്പര്യം അവർ കൊയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടേതായ ഒരു രാഷ്ട്രീയത്തിൽ അവർ മുന്നോട്ട് പോക്കട്ടെ, നമുക്കൊരു വിരോധമുള്ള കാര്യമല്ല. പാലക്കാട് MLA ആയ രാഹുൽ നാളെ പാലക്കാട്ട് എത്തുമോ, അദ്ദേഹം വിജയീഭാവത്തിൽ വരുമോ, അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇവിടെ താല്പര്യമുള്ള സ്നേഹമുള്ള ആളുകൾ കാണുമായിരിക്കും. അതിൽ കോൺഗ്രസ്സുകാരുണ്ടാകാം, കോൺഗ്രസ്സുകാരല്ലാത്തവരുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ സഹായം പാലക്കാട്ടിൽ ലഭിച്ചവരുണ്ടാകാം, അതൊക്കെ ഉണ്ടാകാം. കാരണം അദ്ദേഹം അവിടുത്തെ MLA ആണ്. ആ MLA എന്നുള്ള ഒരു പരിരക്ഷ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കോൺഗ്രസ്സിനോട് ചേർത്ത് വെച്ച് പറയാൻ VPP മുസ്തഫ കാണിച്ച ധൈര്യം പോലെ എനിക്ക് ധൈര്യമില്ല. കാരണം കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ കോൺഗ്രസ് എന്തായാലും ഇത്തരം വിഷയങ്ങളെ ഒരിക്കലും അങ്ങനെ ഉയർത്തിപ്പിടിക്കാറില്ല. കാരണം ഇപ്പം തന്നെ VPP മുസ്തഫ മനഃപൂർവ്വം മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. അവരുടെ ഒരു മുൻ MLA ആയ CPMൻ്റെ പ്രമുഖനായ നേതാവ് അതിനെതിരെ 2 ദിവസം മുമ്പ് ഇന്നലെ അങ്ങാണ്ടൊരു കേസെടുത്തല്ലോ നമ്മുടെ തിരുവനന്തപുരം പോലീസ്. അപ്പോൾ ആ പരാതി മുഖ്യമന്ത്രിക്ക് നവംബർ മാസം അവസാനം കിട്ടുന്നു, പോലീസിൻ്റെ ഡിസംബർ ആദ്യം കിട്ടുന്നു, കേസെടുത്തത് ഇന്നലെ. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് തിരിച്ച് ചോദിച്ചാൽ അതൊരു വിഷയമാക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ശ്രമിക്കാത്തത്? എന്തുകൊണ്ടാണ്? കാരണം കോൺഗ്രസ് ഈ അശ്ലീല വിഷയങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കാറില്ല. രാഷ്ട്രീയ ആയുധമാക്കുന്ന സ്വഭാവം അതാർക്കാണെന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിന് താല്പര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇന്നലെ ഉണ്ടായ കേസ് മുൻ MLA അദ്ദേഹം CPMന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ നിലപാട് മുന്നോട്ട് പോകാത്ത? എന്താ വേണ്ട? കോൺഗ്രസിന് ജനങ്ങളോട് പറയേണ്ട അതല്ല. അതെ ഞാൻ പറഞ്ഞ ഞാനാ പേരൊന്നും പറയില്ലാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ പേര് പറയുന്ന സ്വഭാവം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാറില്ല. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു നിലപാടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഗോപികൃഷ്ണൻ്റെ ചർച്ചയിൽ പറഞ്ഞല്ലോ, നമുക്ക് നിലപാടുകളുണ്ട്. ഈ നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? VD സതീശൻ വ്യക്തമാക്കി. അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് അജണ്ട രൂപപ്പെടുത്താൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ്? ശ്രീകുമാർ സാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ PT കുഞ്ഞുമുഹമ്മദ് മുൻ MLA കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കേസിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വിവരവും പ്രതികരണവും താങ്കൾ കണ്ടില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി കിട്ടി, അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് പോലീസിന് ആ പരാതി നൽകി എന്നാണ്. പിന്നീട് പോലീസ് പരാതിക്കാരുടെ മൊഴിയെടുത്തു എന്നതാണ്. മനഃപൂർവ്വം നിർത്തി വൈകിപ്പിച്ചു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ. അല്ല, ഞാനിന്ന് പേപ്പറിൽ കണ്ടതാണ്. ഇന്ന തീയതികളിൽ കൊടുത്ത പരാതിക്ക് ഇന്നലെയാണ് തീരുമാനമുണ്ടായത്. നേരെ മറിച്ച് KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ ആ പരാതി അപ്പോൾ തന്നെ DGPക്ക് കൈമാറി അന്ന് വൈകിട്ട് തന്നെ പോലീസ് ആക്ഷൻ എടുത്തു. അതും കൂടെ നമ്മൾ കാണണ്ടേ? അപ്പോൾ 2 നിലപാടല്ലേ ഇവിടെ? അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവർ പറയുന്ന ഒക്കെ ശരിയാണെന്നുള്ള ധാരണ നമ്മൾ വിശ്വസിക്കണമെന്നാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട്ട് വരികയാണെങ്കിൽ അദ്ദേഹം അവിടുത്തെ MLA ആയിട്ടാണ് വരുന്നത്. അതിൽ CPMൻ്റെ നിലപാടും BJPയുടെ നിലപാടും എന്താണെന്നുള്ള അവരാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ CPMന് ധാർമ്മികമായിട്ട് എന്താണ് ഇപ്പോഴത്തെ സംവിധാനത്തിൽ എന്താണുള്ളത്? ഇന്നലെ എടുത്ത കേസ് പ്രകാരമാണെങ്കിൽ അവർക്ക് കഴിഞ്ഞില്ലേ? അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളെക്കുറിച്ചല്ലേ പരാതി വന്നത്? അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള പരാതിയൊക്കെ വരുമ്പോൾ അത് രാഷ്ട്രീയ ആയുധമാക്കാൻ CPM ശ്രമിക്കും. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അത് ആയുധമാക്കാറില്ല. അത് മനസ്സിലാക്കുക. ആ കോൺഗ്രസിൻ്റെ ഒരു സംശുദ്ധ രാഷ്ട്രീയം അവർ മനസ്സിലാക്കണം. CPM ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഈ 2 ദിവസമായില്ലേ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗോപികൃഷ്ണ, ഏതെങ്കിലും കോൺഗ്രസ് നേതാവ്, നിങ്ങൾ എത്ര നേതാക്കളെ ഇന്ന് രാവിലെ കണ്ടു? നിങ്ങൾ വാർത്താലേഖകർ, ചാനൽ ലേഖകർ ചോദിച്ചതുമില്ല, അവരിങ്ങോട്ട് പറഞ്ഞതുമില്ല. അല്ലെങ്കിൽ അവർക്കത് പൊക്കി പിടിച്ചുകൂടെ? ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്താ പൊക്കി പിടിക്കാതിരുന്നത്? എന്താ? തെരഞ്ഞെടുപ്പിൽ അതല്ല വിഷയമാക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കാര്യം ഒരുപാടുണ്ട്. വാർഡ് ഇലക്ഷനിലത്തെ വിഷയങ്ങൾ വേറെയാണ്. അയ്യപ്പ സംഗമമല്ലേ ഇവർ ആദ്യം കൊണ്ടുവന്നൊരു അജണ്ട, അത് പൊളിഞ്ഞു പോയി. രണ്ടാമത്തെ അജണ്ട. ശ്രീകുമാർ സാർ, PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ ശരി. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ആയുധം ഈ പീഡന ആരോപണ വിധേയരായ അല്ലെങ്കിൽ കേസുള്ള ആളുകളെ CPM ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു എന്നാണ്. അതെ, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം ഇവർ സത്യസന്ധരായിട്ട് അങ്ങനെ പോവുകയാണ്. കാരണം ഇവർ ഏകപക്ഷീയമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രിയും അതുപോലെ CPM നേതാക്കളും ഒക്കെ. ഗോപികൃഷ്ണൻ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് CPMൻ്റെ, ആധുനിക CPMൻ്റെ. അതായത് നമ്മുടെ O ഭാരതൻ്റെ നെരിപ്പോടത്തൊരു പുസ്തകം ഉണ്ടല്ലോ പഴയത്, അതൊന്ന് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പഴയ CIT നേതാവ് O ഭാരതൻ, ഇവർ പുറത്താക്കിയ ആൾ. അതായത് ഞാൻ ഒരു കാര്യം പറയും, ഇവർക്ക് 2-3 ആയുധങ്ങളുണ്ട്. ഒന്ന് അശ്ലീലത്തെ രാഷ്ട്രീയ ആയുധമാക്കും, 2 നുണയൊരു രാഷ്ട്രീയ ആയുധമാക്കും,
3 പരിഹാസം രാഷ്ട്രീയ ആയുധമാക്കും. ഇപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നുണ എങ്ങനെ ആയുധമാക്കുന്നത്? ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ഇത്തവണത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിറഞ്ഞു നിന്ന ഒരു 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 അജണ്ട പോലെ കൊണ്ടുവന്നാണത്. ഏശിയില്ല. എന്താണ്? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ 1996 ഏപ്രിൽ, എൻ്റെ കാണാപ്പാടം അത്, 1996 ഏപ്രിൽ 22 CPM-ൻ്റെ മുഖപത്രം ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗം, അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനങ്ങൾ, ഇതെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയ എടുത്ത് രംഗത്തിട്ടു. എന്നാലും പറയുകയാണ് ഞങ്ങളായിട്ട് ബന്ധമില്ല. അപ്പം നുണയെ ഒരു ആയുധമാക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ശബരിമല വിഷയത്തിൽ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അറസ്റ്റിലായവർ കോൺഗ്രസ് നേതാക്കൾ, ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് പറയുന്നത്. ദേവസ്വം പ്രസിഡന്റ് അറസ്റ്റിലായപ്പം അവരെന്താ പറഞ്ഞത്? മുൻ ദേവസ്വം കമ്മീഷണർ അറസ്റ്റിൽ, പ്രസിഡന്റ് ഇവിടെ വന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും വന്നില്ല. പിന്നെ അവരങ്ങനെ മറക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ചെയ്തികൾ തുറന്നു കാട്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും കോൺഗ്രസും UDF-ഉം ഒരു മര്യാദാ രാഷ്ട്രീയം അവിടെ കാണിക്കുക. എന്താ അറിയാമോ? വ്യക്തിപരമായ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ആർക്കെങ്കിലും ഉയർന്നാൽ അത് പൊക്കി പിടിച്ചുകൊണ്ട് അത് ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. ഒരുപക്ഷേ അത് കോൺഗ്രസിൻ്റെ ഒരു ബലഹീനതയായിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം അപ്പുറത്ത് ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന ഒരു അശ്ലീലം കിട്ടിയാൽ ഇതുപോലെ കോൺഗ്രസ് ചെയ്യുന്നില്ല, എന്താ ചെയ്യാത്തതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ അണികളും ചോദിക്കാറുണ്ട്. പക്ഷെ അവർ ചെയ്യാറില്ല. ഇപ്പം നോക്കൂ, ഈ വിഷയം തന്നെ ഇപ്പോൾ ഈ പുതിയ CPM മുൻ MLA-ക്കെതിരെ വന്നിട്ടുള്ള വിഷയം തന്നെ CPM-ലെ ഏതെങ്കിലും വനിതാ നേതാക്കൾ, കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പറഞ്ഞതുപോലെ രംഗത്ത് വന്നോ? ഇല്ലല്ലോ. എന്താ വരാതിരിക്കുന്നത്? കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പോലും രംഗത്ത് വരുന്നില്ല. കാരണം കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പലപ്പോഴും കോൺഗ്രസ്സുകാരെ നന്നാക്കാനുള്ള ഒരു ശ്രമത്തിൽ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ രംഗത്ത് വന്നിട്ടില്ല. അതുമാത്രമല്ല, ഇവരുടെ കൂട്ടത്തിലുണ്ടല്ലോ കുറേ പേര് വനിതാ നേതാക്കളുണ്ടല്ലോ. അവരെന്താ പറയാത്തത്? അവിടെ സ്ത്രീവിരുദ്ധതയില്ലേ? അപ്പോൾ ആ സ്ത്രീവിരുദ്ധതയും നമ്മുടെ EP ജയരാജൻ പറഞ്ഞ പോലെ അത് കൊല്ലം MLA കുറിച്ച് വെച്ചപ്പോൾ അത് സിനിമയല്ലേ? അത് സിനിമയിലത്തെ ഇത് രാഷ്ട്രീയം വേറെ. ഇങ്ങനെയൊക്കെ പറയുന്നൊരു പാർട്ടി നാളെ പാലക്കാട്ട് MLA പാലക്കാട്ട് എത്തുമ്പോൾ എന്തു പറഞ്ഞാൽ എന്താണ്? ആരാണ് വിശ്വസിക്കുക? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് രണ്ടും വിഷയമായിട്ടില്ല. ഈ അശ്ലീലങ്ങളൊന്നും വിഷയമായിട്ടില്ല. വിഷയം പൊതു ചർച്ചയായത് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ദ്വാരപാലകരുടെ കവചങ്ങൾ, സ്വർണ്ണ കവചങ്ങൾ കടത്തിയതും അതുപോലെ കട്ടിളപ്പാളി കടത്തിയതൊക്കെ, സ്വർണം മോഷ്ടിച്ചൊക്കെ ജയിലിൽ കിടക്കുകയല്ലേ CPM നേതാക്കൾ. അതൊരു പൊതു ചർച്ചയായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലുകളിൽ ഒരു പൊതു ചർച്ചയാക്കാൻ കഴിഞ്ഞു. ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ ഒരു വാദത്തിൽ അത് സമ്മതിക്കുമ്പോൾ ഇതൊരു വിഷയമായിട്ടില്ലെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിൻസെന്റിന്റെ കാര്യത്തിലോ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലോ എടുക്കാത്തൊരു നടപടി കോൺഗ്രസ് എടുത്തത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ ആക്ഷേപത്തെ ഭയന്നിട്ടല്ലെങ്കിൽ? അല്ലല്ല, അത് വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. അതായത് മറ്റു 2 കാര്യങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ഇത് ഒരാൾ പരസ്യമായിട്ട് ഒരു യുവതി വന്നിട്ട് പറയുകയാണ് ചില കാര്യങ്ങൾ. അതിനുശേഷം ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുന്നു. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് എന്ന് പൊതുജനങ്ങൾ പറയുമ്പോൾ, മാധ്യമങ്ങൾ പറയുമ്പോൾ അത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ട നടപടി എടുത്തു. അതാണ് കോൺഗ്രസ് ഇപ്പോഴും ചോദിക്കുന്നത്. ആ ധൈര്യം എന്താണ് വേറെ ഏത് പ്രസ്ഥാനത്തിനുള്ളത്? അവിടെ മുഖ്യമന്ത്രി ചോദിച്ചു, നിങ്ങൾക്കും ഉണ്ടായിരുന്നല്ലോ ജയിലിൽ പോയ 2 MLA-മാർ, വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയുടെയും കാര്യത്തിൽ, എന്തുകൊണ്ട് കോൺഗ്രസ് അപ്പോൾ ആ തീരുമാനം എടുത്തില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒരു മറുചോദ്യം ഉണ്ടായിരുന്നു. അല്ല, മുഖ്യമന്ത്രി ഒരു കാര്യം മറന്നു. ആ വിൻസെന്റ് അതേ ആരോപണം നിലനിൽക്കുമ്പോൾ അദ്ദേഹം കോവളത്ത് മത്സരിച്ച് വീണ്ടും MLA ആയി, ജനങ്ങളുടെ അംഗീകാരം കിട്ടി. അതുപോലെ തന്നെ ഇപ്പൊ തിരിച്ച് കോൺഗ്രസ് പ്രതിപക്ഷവും കോൺഗ്രസ് എന്താ ചോദിക്കാത്ത CPM-ന്റെ MLA-മാരെ കുറിച്ച്? അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ സാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സ്വതന്ത്രനായി മത്സരിച്ച് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുമോ? അല്ല, അത് കോൺഗ്രസിന്റെ വിഷയമല്ല. അത് കോൺഗ്രസ് ഇല്ലാത്തൊരു MLA ആണ്. കോൺഗ്രസ് ഇല്ലാത്ത MLA എന്ന് വെച്ചാൽ അത് CPM-നും പറയാം അതുപോലത്തെ. കാരണം പ്രതിപക്ഷ നേതാവരും കോൺഗ്രസ് നേതാക്കളുടെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. എന്തിനാണ് മുഖ്യമന്ത്രി എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന്. അങ്ങനെ ചോദ്യം ആവർത്തിച്ച് കേട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രി തൃശ്ശൂരിൽ വന്ന് പറഞ്ഞു, അതായത് സാധാരണഗതിയിൽ ഒരാളെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ അറസ്റ്റ് ചെയ്യുന്ന സ്വഭാവം നമ്മൾ കാണിക്കാറില്ല. ആ രീതി, അങ്ങനെ ഒരു രീതി നമുക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നില്ലേ? അപ്പോൾ ആരാണ് അവിടെ താമസിപ്പിച്ചത്? കോൺഗ്രസ് ആരാണ് ഒളിപ്പിച്ചത്?
കേരള പോലീസ് എന്താ ചെയ്യാത്തതെന്ന് ധൈര്യമില്ല എന്നൊക്കെ എത്ര അപഹാസ്യമായ രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, അങ്ങനെ ഒരു രീതി ഉണ്ടെന്ന്. അങ്ങനെ രീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മിനിങ്ങാന്നോ 4-ാം നാളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു രീതി ഉണ്ടെന്ന്. അപ്പോൾ അതിന് മുമ്പ് ഒരു പരാതിയോടെ കിട്ടിയെന്ന് നമ്മൾ ഇന്നലെ അറിഞ്ഞു. അപ്പം ഇനി ആ പരാതിയുടെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, CPM എങ്ങനെ ഏത് രീതിയിൽ കോൺഗ്രസിനെ അടിക്കാനായിട്ട് വടി വെട്ടിക്കൊണ്ടുവന്ന് തേച്ച് മിനുക്കാൻ ശ്രമിച്ചാലും അപ്പം അത് അവർക്കെതിരെ വരും. അതൊരു വല്ലാത്തൊരു നിർഭാഗ്യമാണ് ആ പാർട്ടിയുടെ. ശരി ശ്രീകുമാർ സാർ, ഞാൻ ഇനി വരാം. ഞാൻ റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് സാറുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ശ്രീ ജോർജ് ജോസഫ് സാർ, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ, ഇപ്പോൾ നമ്മളറിയാം ഇതിലും വലിയ പ്രതികളെ, ഇതിലും വമ്പന്മാരെ വളരെ എളുപ്പത്തിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ള, അതിന് കരുത്തുള്ള, അതിന് ആർജവമുള്ള, അതിന് പ്രാപ്തിയുള്ള ഒരു സേനയാണ് നമ്മുടെ കേരള പോലീസ്. വളരെ മുഖപരിചയമുള്ള, എല്ലാവർക്കും കണ്ടാലറിയാവുന്ന, ഒരു തരത്തിലും ഒരു വേഷപ്രച്ഛന്നതയിലും ഒളിഞ്ഞു നിൽക്കാൻ കഴിയാത്ത മുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. പക്ഷേ 10-11 ദിവസം കഴിഞ്ഞു, MLA ആയ ജനപ്രതിനിധിയായ ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 കേസുകളിൽ, അതും രണ്ടും വളരെ ഗ്രേവായിട്ടുള്ള, വളരെ ഗൗരവമുള്ള 2 കുറ്റകൃത്യങ്ങളിൽ, ഒന്നിൽ നോട്ട് ടു അറസ്റ്റും രണ്ടാമത്തേൽ മുൻകൂർ ജാമ്യവും കിട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം കേരള പോലീസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ട്രേസ് ചെയ്യാനും പിടികൂടാനും കഴിയാതെ പോയിട്ടുണ്ടാകും? ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്തു തോന്നുന്നു? രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിടത്തിൽ നിന്ന് ഇനി പൊങ്ങി വരാം. പാലക്കാട് വന്ന് വേണമെങ്കിൽ നാളെ വോട്ട് രേഖപ്പെടുത്താം. വീണ്ടും ഈ ജാമ്യത്തിന്റെ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാം. ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന ഉപാധിയുമുണ്ട്. അത് പോലീസിന്റെ വീഴ്ചയായി ചിത്രീകരിക്കപ്പെടുമോ? ഇല്ല, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാം. കാരണം കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ നിന്ന് പുള്ളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറന്തള്ളിക്കഴിഞ്ഞു. അതിശക്തമായ CPM രാഹുലിന് എതിരായിട്ട് രംഗത്തുണ്ട്, BJP ഉണ്ട്. അപ്പോൾ രാഷ്ട്രീയ പിന്തുണ ഒന്നുമില്ല, അയാൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ പോലീസിനറിയാം ഇതിനകത്ത് ഈ കേസ് റിപ്പോർട്ട്, ഇത്രയും ഗ്രേവായിട്ടുള്ളൊരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ എന്താണ് ഇത്ര കാലതാമസം വന്നത്. അത് രാഷ്ട്രീയമൊന്നുമല്ല ഞാനത് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ റിപ്പോർട്ടിങ്, ഇത്രയും ക്രൂരമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ കാലതാമസം വന്നിരിക്കുന്നു. സാധാരണഗതി അത് വരത്തില്ലല്ലോ. MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, ഏതെങ്കിലും ഔദ്യോഗിക ഭാരവാഹിത്വ ഉന്നതരായിട്ടായിക്കോട്ടെ. പക്ഷേ ആ റിപ്പോർട്ടിങ് രീതി അല്പം ഡിലേ ആണ്. അത് കോടതിക്ക് അത് മനസ്സിലായി. അത്രയും ഗ്രേവായിട്ടുള്ളൊരു കേസ് എന്തുകൊണ്ട് ടൈമിൽ റിപ്പോർട്ട് ചെയ്തില്ല? ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വളരെയധികം റൂളിംഗ് ഉണ്ട്. പ്രശാന്ത് പത്മനാഭൻ അവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അത്. കാരണം ധാരാളം കേസുകൾ ട്രൂ കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്യും, പോലീസ് ക്വിക്ക് നടപടിയെടുക്കും. ഇവിടെ അതല്ല കാണുന്നത്. രാഷ്ട്രീയമായ പക്കപോക്ക് കോൺഗ്രസിൽ നിന്നും CPM നിന്നും BJP നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടായി. അയാൾ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഒറ്റയ്ക്കുള്ള ഫൈറ്റാണത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, നല്ല ജനപിന്തുണയുള്ള ഒരു MLA ആണ്. അത് രാഷ്ട്രീയം നോക്കിയിട്ടായിരിക്കത്തില്ല. അതിനകത്ത് BJPക്കാരും CPMകാരും കോൺഗ്രസ്സുകാരൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സംസാരം, പെരുമാറ്റമൊക്കെയാണ്. ഈ 2 റിപ്പോർട്ടിംഗ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാവരുടെയും സഞ്ചാരം എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഒരു ഒഫൻസ് ഇപ്പോഴത്തെ ജനറേഷൻ വലുതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ നിയമപരമായി വലിയ തെറ്റായ ഒരു സംഭവമാണ്. ഞാനൊന്ന് തിരുത്തിക്കോട്ടെ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സഞ്ചരിക്കുന്നതെന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതൊരു ബലാത്സംഗ കേസാണ്, ഇതൊരു പീഡന കേസാണ്. പീഡനത്തിന്റെ പേരിൽ ക്രൂരമായി അവരുടെ മേൽ ശാരീരികമായ മുറിവുകൾ ഏൽപ്പിച്ചു എന്ന് പരാതിക്കാരി പറഞ്ഞിട്ടുള്ള കേസാണ്. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ച ഒരു കേസാണ്. അങ്ങനെ തുടങ്ങി ഗ്രേവ് ഒഫൻസ്, അതീവ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങൾ വിവരിക്കപ്പെട്ട ഒരു കേസാണ്. അവിടെ ജോർജ് സാർ, ഇവിടെ ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ജീവിതം ഇങ്ങനെ എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് ഒരു സംശയമുണ്ട്. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സഭ്യമായ ഭാഷകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലിൽ നമ്മളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ. പക്ഷേ ഈ കുട്ടികളെല്ലാം 40-45 വയസ്സകത്തുള്ളവരെല്ലാവരും വളരെ മോശമായ, സഭ്യമായ, അസഭ്യമായ ഭാഷകളാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇറങ്ങി വരും. എന്തുകൊണ്ടാണ് ഇത്രയും ഗ്രേവായ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ താമസം? 2023 കേസല്ലേ, എന്താണ് റിപ്പോർട്ട് ചെയ്യാൻ വന്നത്? അപ്പോൾ ആ റിപ്പോർട്ടിംഗ് രീതിക്ക് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് നമുക്കത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഡൗട്ടുണ്ടാവും, കോടതിയുടെ മനസ്സിൽ ഡൗട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ അത് തന്നെയല്ല, ഈ സംസാര രീതി നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ.
വളരെയധികം മോശമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സംസാരമാണ്. അതിനകത്ത് അവരൊരു ഒഫൻസ് ചെയ്ത് അവർ പേഴ്സണലായിട്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിലോട്ടൊക്കെ ഞാൻ കുറേയധികം ആൾക്കാരെ കണ്ടു മനസ്സിലാക്കിക്കൊണ്ടാണ് ആ രീതി പറയുന്നത്. കാരണം അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ആ ഭാഷ ഉപയോഗങ്ങൾ. അതിനകത്ത് ഗർഭം കയറി വരും, അവരുമായിട്ടുള്ള സെക്സിൻ്റെ അത് ഞാനത് മാനമായിട്ടുള്ള വാക്കാണ് പറയുന്നതേ ഉള്ളൂ. വളരെ മോശമായ പദങ്ങളാണ് ഇരു കൂട്ടരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. നടപ്പും ഇരിപ്പും എല്ലാം, വസ്ത്ര രീതി എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ഫാഷനായി ഇപ്പോഴത്തെ ഒരു തലമുറയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി അതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇത്രയും ക്രൂരമായ ഒരു കേസ് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വെച്ചുകൊണ്ടിരുന്നത്? കോടതിക്ക് മനസ്സ് ഡൗട്ട് വരും, നല്ല പോലീസ് ഉദ്യോഗസ്ഥന് ഡൗട്ട് വരും. അത് റിപ്പോർട്ട് ചെയ്ത് എന്താണ് ഇത്ര താമസിച്ചത്? ഇത്രയും വലിയൊരു ഗ്രേവ് ഓഫൻസ് എന്ന് ചാനലുകാർ പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അത് റിപ്പോർട്ട് ചെയ്യാൻ? ഗോപികൃഷ്ണൻ എത്ര പ്രാവശ്യം പറയും എത്ര ക്രൂരമായ, അതൊക്കെ സംബന്ധിച്ച് ക്രൂരമായ ഒരു ആരോപണമാണ് പറയുന്നത്. പക്ഷേ ആ ആരോപണത്തിന് അത്ര ഒരു ബലം കോടതിക്ക് തോന്നണില്ല, പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുന്നില്ല. ഒരു കോടതിയിലൊരു മാറ്റർ പെൻഡിങ് ആയതുകൊണ്ട് സാധാരണഗതിയിൽ മാറ്റർ പെൻഡിങ് ആണെങ്കിൽ ഒരിക്കലും പോലീസ് ആളെ അറസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ പൊതുജനം എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാർ. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി നോക്കി. കാരണം ഒരു പാർട്ടിയുടെ അംഗീകാരമോ ഒരു പാർട്ടിയുടെ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനെ. പക്ഷേ എത്ര പേരാണ് ആ ചെറുപ്പക്കാരൻ്റെ പുറകിൽ നിൽക്കുന്നത്? അയാൾ അവിടുത്തെ ഒരു MLA ആണ്. അയാളിപ്പോൾ നാളെ MLA ആയിട്ട് തീർച്ചയായിട്ടും അവിടെ MLA ആയതുകൊണ്ട് അവിടെ പോയിരിക്കും, വോട്ട് ചെയ്തിരിക്കും. എന്താ ഇപ്പം നിയമപരമായ ഒരു തടസ്സവും ഇല്ലല്ലോ. വളരെ ഗ്രേവായിട്ടുള്ള ഒഫൻസസ് വളരെ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ അണികളിൽ വളരെ ഗ്രേവായിട്ട് ഇതുപോലെയുള്ള ഒഫൻസിനും വ്യത്യസ്തമായ സ്റ്റാൻഡുകളല്ലേ സ്വീകരിക്കുന്നത്. അവരവരുടെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും പകുതിയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെയാണ് കാണുന്നത്. എല്ലാ പാർട്ടിയിലും അത് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ഇവിടെ ആമുഖമായി തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അയാളെ പുറത്താക്കി. പക്ഷേ പുറത്താക്കേണ്ട ഒരു ഫലമൊന്നും ഉണ്ടായില്ല. കാരണം അങ്ങേര് അജയ്യനായിട്ട് നിൽക്കുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം നാളെ പാലക്കാട് വരും, അവിടെ പ്രവർത്തിക്കും. ഇപ്പോൾ അതിന് തടസ്സങ്ങളൊന്നുമില്ല. വരുന്നതിനെന്താ? പിന്നെ ഒരാൾ ഞാനായാലും ഗോപികൃഷ്ണനായാലും ആരായാലും ഒരു കേസ് ഇതുപോലെ വന്ന് എടുത്തു പോയാൽ നമ്മൾ ഒളിക്കണ്ടേ? നമ്മൾ ഒളിച്ച് നിൽക്കണ്ടേ? പോലീസ് പിടിച്ച് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കും. രാഹുൽ ഈശ്വറിന് ഇപ്പം പറ്റിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ ആണ് നമ്മുടെ അധോഗതി ആ രീതിയിലോട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കും. മറുപടി പറഞ്ഞില്ല. അതായത് ഇത് കേരള പോലീസിന്റെ ഒരു കഴിവുകേടോ പോരായ്മയായി താങ്കൾ കാണുന്നുണ്ടോ? കാരണം സാറ് പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നേതാവിന്റെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്ന് താങ്കൾ പറഞ്ഞു. അജയ്യനായി നിൽക്കുന്ന രാഹുൽ എന്ന് താങ്കൾ ഒരു പ്രയോഗവും നടത്തി. അങ്ങനെയാണെങ്കിൽ ഇത് പോലീസിന്റെ പിടിപ്പുകേടാണെന്നാണോ സാറ് പറയുക? അല്ല, പോലീസിൻ്റെ തലപ്പത്തുള്ളവർക്കറിയാം അത് അറസ്റ്റ് ചെയ്തത്. കാരണം ഹൈക്കോടതിയിലെ മാറ്റർ പെൻഡിങ് ആണ്. ഞാൻ നേരത്തെ ഒരു കേസിനകത്ത് എൻ്റെ കാലഘട്ടത്തിൽ ഒരു മാറ്റർ പെൻഡിങ് ആയിരുന്ന സമയത്ത് DGP ആ കേസിന് എതിരായിട്ട് ചില നീക്കങ്ങൾ നടത്തിയത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് വളരെ മിതമായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടൊക്കെ അയിലയിലൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇയാൾ ദൂരെ എങ്ങും പോയിട്ടില്ല, ഇയാൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രംഗത്ത് വരും. അത് തന്നെയല്ല, ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വെളിയിലായി കളഞ്ഞാലും ശരി, അദ്ദേഹം അടുത്ത പ്രാവശ്യം നിന്നാലും നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ 18,000 20,000 അടൂരുള്ള ഒരാൾ പാലക്കാട്ട് പോയി നിന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും സംസാര രീതി കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ 1-2 സംഭവങ്ങൾ വന്നിരിക്കുന്ന ഒരു ആരോപണം തന്നെയാണ്. പക്ഷേ ആ ആരോപണം നമ്മൾ നിയമത്തിൻ്റെ പരിധി വരുമ്പോൾ അല്പം ബലം കുറവ്, അതൊക്കെ നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് ആരുടെ പേരിലായാലും ശരി, ഷാഫി പറമ്പിലിൻ്റെ പേരിലും ഒരു ആരോപണം കൊണ്ടുവരാനുള്ള ശ്രമം രാഷ്ട്രീയപരമായിട്ടല്ലല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ഇനി നിന്നാലും കേരളത്തിൽ അയാൾ പല സ്ഥലത്ത് നിന്നാലും ജയിക്കും. ഇയാൾ മാത്രമല്ല, CPM-ൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ പറയുന്നത്. എല്ലാ പാർട്ടിയിലും ഇതേ രീതിയിലുള്ള ചെറുപ്പക്കാരുണ്ട്. ഞാൻ അടച്ചാക്ഷേപിക്കുക രാഷ്ട്രീയക്കാരെ അല്ല, ജനറലായിട്ട് പറയുകയാണ്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ കഴിവുള്ള അവരോട് ചേർത്ത് നിർത്തുന്ന ചെറുപ്പക്കാർ ധാരാളം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ നടത്തിയ നിരീക്ഷണങ്ങളാണെങ്കിൽ പോലും അതിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൂടി മറുപടി പറയാനുള്ളൊരു സംഭവം താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്തുണ്ട്. അതുകൊണ്ട് ഡോക്ടർ VPP ഒക്കെ ഈ കാര്യത്തിൽ മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, എന്തുകൊണ്ട് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വൈകുന്നു? ഒരു കാര്യം ജോർജ് ജോസഫ് സാർ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശ്വാസ്യത എന്നത് കോടതിയിലാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഒക്കെ സംശയിക്കുമെന്നാണ്. സാധാരണക്കാരനായി അല്ല ഈ കേസിലെ പ്രതി. നമുക്കറിയാം, MLA ആണ്, ജനപ്രതിനിധിയായി നിൽക്കുന്നയാളാണ്, ജനസ്വാധീനമുള്ളയാളാണ്, അധികാരവുമായി ചേർന്ന് നിൽക്കുന്നയാളാണ്, ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടായിരുന്ന ഒരാളാണ്. മാത്രമല്ല ഈ പീഡനത്തിനൊക്കെ പിന്നിലെ
കഥകൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ പരാതിക്കാർ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ തന്നെ പരിശോധിച്ചാൽ, അവർ നൽകിയിട്ടുള്ള വിവരണങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ കാര്യങ്ങളിലും വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, പീഡനത്തിൻ്റെ സമയത്ത് അതിക്രൂരമായ രീതിയിൽ അവരെ ശാരീരികമായി മുറിവേൽപ്പിക്കുകയും മാനസികമായി വലിയ ആഘാതം അവർക്കുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഈ സന്ദർഭങ്ങളിൽ പലപ്പോഴും പല സ്ത്രീകളും പല പെൺകുട്ടികളും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മടിക്കും, കൊന്നുകളയും എന്നുവരെയുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ പൊതുസമൂഹത്തിൽ ഇതൊക്കെ വരാൻ മടിക്കും. ഒരാൾ ഒരു പരാതി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴായിരിക്കും ഇതിലെ മറ്റ് അതിജീവിതകൾക്ക്, ഇതിലെ മറ്റ് സർവൈവേഴ്സിന്, വിക്ടിംസിന് ഈ കാര്യങ്ങൾ പുറത്തു പറയാനുള്ള ധൈര്യം ഉണ്ടാവുക. അങ്ങനെ ഒരു പശ്ചാത്തലം, അങ്ങനെ ഒരു സാധ്യത ഇത്തരം കേസുകളിൽ ഉണ്ടെന്നിരിക്കെ കാലതാമസം എന്നത് ഒരു വലിയ പിഴവായി, കുറവായി, പോരായ്മയായി കാണാൻ കഴിയുമോ? കാലതാമസം വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ ഒരു പിഴവായിട്ടോ കുറവായിട്ടോ കാണാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജാമ്യം കൊടുക്കുന്ന ആ അവസരത്തിൽ കോടതി പ്രാഥമികമായിട്ട് പരിഗണിക്കുന്നത് എന്താണ്? പെട്ടെന്ന് ഇന്നലെ നടന്നൊരു ഒഫൻസിന് ഇന്ന് കേസ് വരികയാണ്, ഇയാൾ ഓടിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പെട്ടെന്ന് ഡീറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ വെളിയിൽ നടക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഇതിപ്പോൾ 2023 സെപ്റ്റംബറിലെ ഒരു ഇൻസിഡൻ്റാണ്. അത് 2025 ഡിസംബറിൽ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നു. അത് പോലീസിനല്ല വരുന്നത്, ആ കംപ്ലൈൻറ്റ് വരുന്നത് പാർട്ടി പ്രസിഡൻറ്റിനാണ്. അതിനുശേഷം പോലീസ് ഈ വിക്ടിമിനെ കോണ്ടാക്ട് ചെയ്യുന്നു. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഓർഡർ എനിക്ക് നിങ്ങൾ തന്നെയാണ് അയച്ചു തന്നത്. അതിൽ പാരഗ്രാഫ് 10 പേജ് 6 വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ജഡ്ജി നോട്ട് ചെയ്തിരിക്കുന്നതാണ്, the learned public prosecutor made it clear that the allegation against the petitioner is rape and not allegation of sexual intercourse by deception. അതായത് ഇവർ തമ്മിലുണ്ടായിരുന്നത് റേപ്പാണ്, കൺസെൻറ്റ് ഇല്ലാതെയുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണെന്നുള്ളതാണ് കേസ്. ഒന്ന്. പേജ് 7 പറയുവാണ്, പെറ്റീഷണർ steadily expressed that he had no intention of marrying anyone including the survivor at the moment when she asked him to reaffirm his commitment to marriage. അപ്പോൾ പെറ്റീഷണർ ഇവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക് ഓഫ് മാരേജ് പ്രപ്പോസൽ വാസ് ഡെഫേർഡ് ടു ബി ടോക്ട് അറ്റ് സം അതർ പോയിന്റ് ഓഫ് ടൈം. പിന്നെ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സംഭവം കഴിഞ്ഞിട്ട് they made contacts between there were contacts between the two through telegram and phone calls. It is equally seen from the statement of the victim that even after the alleged incident the petitioner had expressed his love and proposal for marriage. ഇപ്പോൾ ഈ ഇൻസിഡൻ്റ് ഒക്കെ നടന്ന് കഴിഞ്ഞിട്ട് പിന്നെയും ടെലഗ്രാമിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടന്ന് കഴിഞ്ഞിട്ടുള്ള പെരുമാറ്റം കോടതികൾ സാധാരണ നോക്കാറുണ്ട്, എന്താണ് അത് കഴിഞ്ഞ് സംഭവിച്ചത്, അപ്പോൾ അതും നോക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇപ്പം ജാമ്യം കൊടുക്കുന്ന വേളയിലാണ് ഇത് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കോടതി പറയുകയാണ്, along with the report filed by the investigating officer, the printout of the screenshot of chat between the petitioner and the victim is produced. In that some of the chats are marked. A perusal of the same prima facie shows that there are contacts between the petitioner and the victim even after the alleged incident, and there is a conversation regarding the nature of relationship like a love relationship or a non-committal relationship. മാരേജ് ചെയ്യാമെന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള ചാറ്റ് നടക്കുന്നുണ്ട്. There is nothing in the records produced by the prosecution which shows the allegation against the petitioner. പെറ്റീഷണർക്കെതിരായിട്ടുള്ള അലിഗേഷൻസ് പ്രൂവ് ചെയ്യുന്ന എവിഡൻസ് ഒന്നും പ്രോസിക്യൂഷൻ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നാണ് കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദർ ഈസ് നോ പ്രൈമ ഫേസി മെറ്റീരിയൽ ടു ഷോ ദി അലജ്ഡ് ഒഫൻസ്. റേപ്പ് ആണ് എന്ന് സ്ഥാപിക്കാൻ പറ്റിയ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നും ഇല്ല. ദ അലജ്ഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വാസ് വിതൗട്ട് ദ കൺസെൻറ്റ് ഓർ അഗൻസ്റ്റ് ദ വിൽ ഓഫ് ദ പെറ്റീഷണർ ഈസ് എ മാറ്റർ ഓഫ് എവിഡൻസ്. അത് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നത് കൺസെൻറ്റ് ഇല്ലാതെയാണോ എന്നുള്ളത് ഒരു വിചാരണ നടത്തി മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ ഇത്രയും കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് കോടതി ഇന്ന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ജാമ്യം കൊടുക്കാൻ ഇത്രയും കാര്യങ്ങളിലേക്ക് പ്രഥമ ദൃഷ്ട്യാ നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്നൊരു സാഹചര്യമുണ്ട്, പെട്ടെന്ന് ഈ തെളിവ് നശിപ്പിക്കപ്പെടുമെന്നോ ഈ പിന്നെ വിക്ടിമിനെ ഭീഷണിപ്പെടുത്തുമെന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ജാമ്യം നിഷേധിക്കാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല, കാരണം ഒരു താമസം വന്നിട്ടുണ്ട്. അത് ട്രയലിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ജാമ്യം കൊടുക്കുന്ന വേളയിൽ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലിബർട്ടി, അത് ഡീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ലിബർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള വെളിയിലിറങ്ങി നടക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ്. ആ പേഴ്സണൽ ലിബർട്ടി റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോഴങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഇല്ല. ഈ തന്നിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് പോലും ഈ അതിജീവിത ഈ സംഭവം നടന്നതിന് ശേഷം ഇവർ ഒരു ലവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നാണ്
ഈ ചാറ്റ് പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്ത ചാറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ പോലീസ് അവിടെ ചെന്ന് ചോദിക്കുമ്പോഴും അതിജീവിത പോലീസിനോട് പറയുന്നതും എന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി ഇത് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ വിവാഹം നടക്കാൻ ചിലപ്പോൾ മാറി വന്നാലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളും ഉണ്ട്, അത് ഷോക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എവിഡൻസ് മുഖാന്തരം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കോടതി ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടാണ് ബെയിൽ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ അത് ഒരു നിയമത്തിൻ്റെ വശമാണ്. ഒരു കാര്യം കൂടെ പറയാം. ഈ പാർട്ടി പൊളിറ്റിക്സിൽ നിൽക്കുന്നവർ നമ്മുടെ ജനപ്രതിനിധികളാണ്. അവർക്ക് കുറച്ചുകൂടെ ഇത്രയധികം സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് ഉണ്ടെങ്കിൽ ക്രിമിനൽ കേസുകളിൽ ഒരു പക്ഷേ കൺവിക്ഷനിലോട്ടൊക്കെ എത്തും. പക്ഷേ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് ഒരു പബ്ലിക് ലൈഫിലുള്ളവർക്ക് കുറേ കൂടെ മാന്യമായിട്ടുള്ളൊരു ഇടപഴകൽ, സ്ത്രീകളുമായിട്ട് തുല്യത കീപ്പ് ചെയ്യുക, നമ്മൾ സാധാരണ സാൻമാർഗിക മാർഗ്ഗം അങ്ങനെയൊന്നുമല്ല പറയുന്നത്, പക്ഷേ മനുഷ്യൻ പരസ്പരം ബഹുമാനത്തോടു കൂടി പെരുമാറുന്ന ആളാണോ എന്നൊക്കെയുള്ളത് നോക്കാനും ഇതിനകത്ത് പാർട്ടിക്കകത്ത് തന്നെ ചോദ്യം ചെയ്യാനും ഇങ്ങനെ ആ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോക്കോസ് നോട്ടീസ് അയക്കാനും തിരിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും ഒക്കെ ഒരു സംവിധാനം വേണം. നമ്മളിപ്പം ഈ വിമൻസ് ഇൻ സിനിമ കളക്റ്റീവ് വന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയൊക്കെ വന്നു. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് പുതുതായി നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അതിനകത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും സ്ത്രീകളൊക്കെ അജിറ്റേറ്റഡ് ആണ്. അവർ ഇങ്ങനെ ഒരു നമ്മുടെ ഇടയിലുള്ള ഒരാൾക്കെതിരെ അലിഗേഷൻസ് വന്നതിൽ വളരെ വിഷമമുണ്ട് പലർക്കും. അപ്പോൾ ഇപ്പം പാർട്ടി പോലും പറയുന്നത് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല, കോടതിയിൽ നിന്ന് ബെയിൽ കിട്ടിയാലും തിരിച്ചെടുക്കുന്നില്ല എന്നാണല്ലോ നേരത്തെ നമ്മൾ കേട്ടത്. അപ്പോൾ അതിൽ ഈ ഇത്രയധികം സ്റ്റാൻഡേർഡ് ഓഫ് ക്രിമിനൽ കേസുകളിൽ വേണ്ട അത്രയും വേണ്ട, ഇതിനകത്ത് കുറച്ചുകൂടി സുതാര്യമായിരിക്കണം ഇവരുടെയൊക്കെ ലൈഫ് എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ കഴിയണം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്. നമുക്കതാണ് വേണ്ടത്. ഓക്കെ, അതായത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ താങ്കൾ പറഞ്ഞ പോലെ തന്നെ പൊതുപ്രവർത്തകർക്കിടയിലുള്ള അവരിൽ നിന്നുണ്ടാകേണ്ട മാന്യമായ പെരുമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയും സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടൽ സാധ്യമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. ഏത് മേഖലയിലാണെങ്കിലും, രാഷ്ട്രീയമാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും. താങ്കൾ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുന്നു. ഞാനൊരു ഇടവേള എടുക്കുന്നു. അതിനുശേഷം ഡോക്ടർ VPP ഞാൻ താങ്കളിലേക്ക് വരും. ശ്രീകുമാർ സാറിലേക്ക്. ഡോക്ടർ VPP, 3 കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. ഒന്ന്, ശ്രീകുമാർ സാർ പറഞ്ഞു ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി വന്നപ്പോൾ അത് 1 മാസം വെച്ച് താമസിപ്പിക്കുകയും എന്നാൽ ഈ പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാലതാമസം വിന പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുകയും ചെയ്തതിനെക്കുറിച്ച്. മാത്രമല്ല, കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളൊന്നും പ്രചാരണ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആത്യന്തികമായി ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളായിരിക്കും പൊതു ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നതെന്ന്. 2, ജോർജ് ജോസഫ് സാറ് പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകൾക്കുള്ള ജനസ്വാധീനത്തെക്കുറിച്ചും ഈ പാർട്ടികളുടെ ഒന്നും പിന്തുണയോ അല്ലെങ്കിൽ അവരുടെ ഒന്നും ബാനറിലോ അല്ലാതെ തന്നെ ജയിച്ചു വരാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു അജയ്യരായി ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾക്ക് താങ്കളുടെ മറുപടി. നമ്മളിവിടെ കാണേണ്ടത് ഈ ശ്രീ പ്രശാന്ത് പറഞ്ഞ വിഷയത്തിൽ തന്നെയും ചില കാര്യങ്ങളില്ലേ, താങ്കൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ. ഇപ്പോൾ ഇവിടെ ഈ ജാമ്യം അനുവദിച്ച സംഗതി തന്നെ നോക്കൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതേ കോടതി തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ച കോടതി തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 1ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചത്. അതും കുറേ മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസാണ്, ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒന്നായിരുന്നില്ലല്ലോ. പക്ഷേ എന്നിട്ട് അന്ന് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു. എന്നാൽ ഇന്നിപ്പോൾ ജാമ്യം അനുവദിച്ചു. നമ്മൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീക്ക് നേരെ നടക്കുന്ന ഏറ്റവും ഹീനമായ ആക്രമണമാണ് റേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 2ാമത്തെ കേസിലും റേപ്പ് തന്നെയാണ് അവർ അനുഭവസ്ഥ അതിന് വിധേയയാൾ ആരോപിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. 164 സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുത്തിട്ടില്ല. അങ്ങനെ മജിസ്ട്രേറ്റ് അതിജീവിതയുടെ സ്വകാര്യ മൊഴി എടുക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ട് ഈ 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടു? ഇതെല്ലാം സ്വാഭാവികമായിട്ടും കുറേ കൂടി പരിണതപ്രജ്ഞരായ നിയമലോകം പരിശോധിക്കട്ടെ എന്നാണ്. പക്ഷേ നമുക്കത് ഗൗരവമായിട്ട് കാണേണ്ട ഒന്നാണ് എന്നുള്ളത് ഞാൻ പറയുകയാണ്. അധികം 2, ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ജനാധിപത്യം ഏറ്റവും വസന്തകാലം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ജനാധിപത്യം തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ പപ്പു യാദവ്മാർ ജയിച്ചു വരുന്നില്ലേ? വലിയ ഭൂരിപക്ഷത്തിനല്ലേ പപ്പു യാദവ്മാർ ജയിച്ചു വന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ. അതുകൊണ്ട് അതൊരു വലിയ ജനകീയ അംഗീകാരമാണ്, ജനാധിപത്യം അവരുടെ വലിയ ജനകീയ അംഗീകാരമാണ്, അവരുടെ ജനസ്വാധീനമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പിന്തുണച്ചാലുള്ള സംഗതി എന്തായിരിക്കും? നമ്മുടെ ജനാധിപത്യം എങ്ങോട്ടാണ് പോവുക? അപ്പോൾ അതൊരു വലിയ സംഗതിയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് ബർത്തോൾട്ട് ബ്രഹത്തിൻ്റെ ഒരു നിരീക്ഷണമുണ്ടല്ലോ,
ഈ ജനാധിപത്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ ഭൂരിപക്ഷം തന്നെ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. നമ്മൾ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തെയാണ് മാനിക്കേണ്ടത്. പക്ഷേ ഭൂരിപക്ഷം പോലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം. ആ ഭൂരിപക്ഷം തന്നെ എല്ലായ്പ്പോഴും അതുകൊണ്ട് ശരിയാകണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ ഫാഷിസ്റ്റുകൾ ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ മുമ്പിലെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് ഒരാളുടെ ജനസ്വാധീനത്തെയോ ജനപിന്തുണയോ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അംഗീകരിക്കപ്പെടാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിൻ്റെ കാര്യം പറഞ്ഞു. അത് ശ്രീകുമാർ ചേട്ടൻ തന്നെ നൽകിയ മറുപടിയാണ് ഗോപികൃഷ്ണൻ അതിനുള്ള കാര്യം. M. വിൻസെന്റിന്റെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും അവർ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇതുപോലെ സ്ത്രീകളാണ് അവർക്കെതിരെയും ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ബലാത്സംഗം ഉൾപ്പെടെ ആരോപിക്കുന്നത്. അവർ ദിവസങ്ങളോളം ആഴ്ചകളോളം ജയിലിൽ കിടക്കേണ്ടി വന്നവരാണ്. പക്ഷെ അവരെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് പോലും ചെയ്തില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ കോൺഗ്രസിന്റെ നിയമസഭാ പാർട്ടിയിലുണ്ട്. നേരത്തെ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന് പുറത്തുള്ളവരല്ല, കോൺഗ്രസിന്റെ MLA മാർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കേസിൻ്റെ സാഹചര്യം ലൈംഗിക കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ആരോപിക്കപ്പെട്ടതെങ്കിലും അതിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്. അതുകൊണ്ട് PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിട്ടുള്ള കേസും അത്തരം വ്യത്യസ്തമായ ഒന്നാകാം. അതുകൊണ്ട് അതിൻ്റെ വിശദമായ പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ FIR വന്നിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താ? ശ്രീകുമാർ ചേട്ടൻ ഞങ്ങൾ CPM-കാരെല്ലാം നുണ പറയുകയാണ് എന്ന് പറഞ്ഞു. ശ്രീകുമാർ ചേട്ടൻ വസ്തുത പറയുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, റിനി ആൻഡ് ജോർജ് അവരല്ലേ മാങ്കൂട്ടത്തിനെതിരെ ഈ കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. റിനി ആൻഡ് ജോർജ് CPM-ന്റെ പ്രവർത്തകയല്ലല്ലോ. അവർ പിണറായി വിജയന്റെ ഏതെങ്കിലും ജാഥയ്ക്ക് പോയവരല്ലല്ലോ. അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ജാഥയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഗോപികൃഷ്ണൻ, അത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലാണ്. ആ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത് കോൺഗ്രസിനോട് അനുഭാവമുള്ള യുവനടിയും മാധ്യമപ്രവർത്തകയും ഒക്കെ ആയിട്ടുള്ള റിനി ആൻഡ് ജോർജാണ് ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. അതുവരെയും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മുമ്പാകെ, കോൺഗ്രസിന്റെ മുമ്പാകെ പരാതിയില്ലായിട്ടാണോ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശിവകുമാർ ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ കോൺഗ്രസ് വളരെ ക്ലീനാണ്, ഒരു അശ്ലീലത്തെയും വെച്ച് പുലർത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു അശ്ലീലമുണ്ട് കോൺഗ്രസിനകത്ത് എന്ന് 2023 സാക്ഷാൽ VD സതീശനോടും കോൺഗ്രസ് നേതാക്കളോടും റിനി ആൻഡ് ജോർജ് പരാതി പറഞ്ഞതല്ലേ? ഒരു പിതാവിനെ പോലെ ഞാൻ ആ കേസ് കൈകാര്യം ചെയ്തു എന്ന് VD സതീശൻ തന്നെ പിന്നീട് അത് സമ്മതിക്കുകയും ചെയ്തില്ലേ? നിങ്ങൾ പറ, നിങ്ങൾ ഈ അശ്ലീലത്തെ എന്നിട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത് ഏതാ? സാർ നേരത്തെ പറഞ്ഞതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ പിന്നിൽ അല്ലെങ്കിൽ കൂടെ നടക്കാൻ, ഒപ്പം നടക്കാൻ, പിന്നിൽ നടക്കാനൊക്കെ കോൺഗ്രസ്സുകാരുണ്ടാകില്ല എന്നൊരു ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതാണ്. അതെ ശ്രീ ഗോപികൃഷ്ണൻ, അത് തന്നെയാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ അഡ്വക്കേറ്റ് അദ്ദേഹം എൻ്റെ നിയമവശം പറഞ്ഞപ്പോൾ അത് കേട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇന്നത്തെ യുവജന രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച്. അതിലൊരു ഞാൻ കാണുന്ന ഒരു ന്യൂനത ഈ സോഷ്യൽ മീഡിയയുടെ താരമാകാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ചാറ്റിങ്ങിലൂടെയൊക്കെ പ്രശസ്തി വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു പ്രവണത യുവജന രാഷ്ട്രീയ നേതാക്കളിലുണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതാണല്ലോ ഈ അവർക്കായിട്ടുള്ള ചില പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെയൊക്കെ പിന്താങ്ങി തേച്ചൊട്ടിച്ചു അടിച്ചു മലർത്തി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് കാണാറുണ്ടല്ലോ. അതൊക്കെ ഒരു തെറ്റായ സന്ദേശം തന്നെ നൽകുന്നതാണ്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ, എനിക്ക് യൂത്ത് കോൺഗ്രസിനെ കുറിച്ചേ പറയാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് എന്തായാലും കുറച്ച് ഇന്നത്തെ അവരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചില നിലപാടുകളിൽ അവർ മാറ്റം വരുത്തിയിട്ട് കുറച്ചും കൂടെ അവരെ പ്രായോഗികമായ രാഷ്ട്രീയത്തിലേക്ക് മാറണം. അവിടെ സ്വതന്ത്രനായിട്ടൊക്കെ എത്ര വലിയ നേതാവ് എന്നാലും ജയിക്കണമെന്നൊന്നുമില്ല. പണ്ട് കുറച്ചു കാലം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു ശ്രീ പിണറായി വിജയൻ പറഞ്ഞൊരു ഉപദേശമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. VS അച്യുതാനന്ദനോട് അദ്ദേഹം ഉപദേശിച്ചതെന്ന് മാത്രം, അതായത് കടലിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ തിരമാല ഉണ്ടാകുള്ളൂ. അപ്പോൾ കടലിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കൊക്കെ ശക്തി ലഭിക്കുക. അതുപോലെ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ശക്തി ലഭിക്കുള്ളൂ. അത് ഏത് യുവ നേതാക്കളും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ശ്രീ ഗോപികൃഷ്ണൻ ആവർത്തിച്ച് ചോദിച്ചാണ് കോൺഗ്രസ്സുകാരുണ്ടാകുമോ എന്ന്. കോൺഗ്രസ്സുകാരില്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അതിൽ നേതാക്കളുണ്ടാവില്ല. DCC തലത്തിലോ KPCC തലത്തിലോ ഉള്ള നേതാക്കൾ എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ അണികളും അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളായ യൂത്ത് കോൺഗ്രസ്സുകാർ കൂടെ വന്നിരിക്കും.
അത് ഞാൻ ഇല്ലെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്. കാരണം അതൊരു നമുക്കൊന്നും അത് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഈ പരന്ന് കിടക്കുന്ന ഒരു യുവജന രാഷ്ട്രീയത്തിൽ അതിൽ നിന്ന് വേർപെടുത്തി ഓരോരുത്തരെ മാറ്റാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല. അത് ഇന്നത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ യുഗത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ശ്രീ മുസ്തഫയോട് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കോൺഗ്രസ് അശ്ലീലം ആയുധമാക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ആയുധമാക്കില്ല. ഒരു വിധി വന്നാൽ ആ വിധി എതിരാണെങ്കിൽ ആ ജഡ്ജിയുടെ പൂർവ്വകാല പശ്ചാത്തലം ആയുധമാക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ദിലീപ് കേസിൻ്റെ വിധിയൊക്കെ വന്നപ്പോഴേ CPM ഒക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ കോലാഹലം? നേരെ മറിച്ച് കോൺഗ്രസ് പറഞ്ഞോ ആ ജഡ്ജിയുടെ പൂർവ്വകാല ചരിത്രം വല്ലതും പറഞ്ഞോ? കാരണം ആ ജഡ്ജിയുടെ പൂർവ്വകാല ചരിത്രമല്ല, അവർ നീതിയുക്തമായി കാര്യം നിർവഹിച്ചു എന്നാണ് നോക്കേണ്ടത്. അവർ നീതി നടപ്പാക്കി. അതാണ് ആ കോടതിക്കുള്ള ജാമ്യത്തിന്റെ കരുത്തിൽ ഇപ്പോൾ മുങ്ങി നടക്കുന്ന പാലക്കാടിന്റെ MLA നാളെ പൊങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടെ കൈപിടിക്കാൻ ആരൊക്കെ ഉണ്ടാകും എന്നും നാളെ അറിയാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.